ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. നിലവിൽ നമുക്ക് അതിൻ്റെ വർക്കിന് നമ്മൾ കയറ്റിയാണ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 30,314 കിലോമീറ്ററിലാണ് നമ്മളിപ്പോൾ വർക്കിന് കയറ്റിയത്. നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് ജനറൽ സർവീസ് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, പാർക്ക് ബൾബ് ഫ്രണ്ടിലെ പാർക്ക് ബൾബ് പോയുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിടാം, സീറ്റ് കവർ മാറ്റിയിടാം. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അതിനകത്ത് നമുക്ക് സീറ്റ് കവർ ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല കേട്ടോ. നമ്മൾ ചെക്ക് നോക്കിയായിരുന്നു, ഐറ്റം ഇല്ല നമുക്ക്. ബാക്കിത്തെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഹീറോൻ്റെ കമ്പനി ലൈനർ കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം തീരാനുണ്ട്, ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റാക്കി എടുക്കാം. പിന്നെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ബാക്കിലത്തെ ടയർ നോക്കി പുതിയ ടയർ കിടക്കണം കേട്ടോ. ഹബിനും വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഗിയർ ബോക്സിലെ ഓയിൽ നമ്മൾ ചെക്ക്, ഇതിനകത്ത് എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും വേറെയാണ്. അപ്പോൾ ഗിയർ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഓയിൽ തീരെ മോശമാണ് കേട്ടോ, ലെവലും കുറവാണ്. ഇതെൻ്റെ ഓയിൽ ലെവൽ ബോൾട്ടാണ്. അത് അഴിക്കുമ്പോൾ ശരിക്കും ഓയിൽ വന്നതിനകത്ത്. അപ്പോൾ ഓയിൽ ലെവൽ കുറവാണ്. അപ്പോൾ ആ ഓയിൽ നമുക്ക് മാറ്റി പുതിയ ഓയിൽ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. CVT ക്ലച്ചാണ്, ബെൽറ്റ് ഡ്രൈവാണ് വണ്ടി. അപ്പോൾ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അഴിക്കണം. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, അതിന് വേണ്ടി അഴിച്ചാലാണ്. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ, വലിയ പഴക്കമായിട്ടൊന്നുമില്ല, നിലവിൽ നല്ല ബെൽറ്റാണ്, പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ കംപ്ലൈൻറ്റ് ഇല്ല. അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം നോക്കി ഓക്കെ. ക്ലച്ച് യൂണിറ്റ് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അപ്പോൾ ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ക്ലച്ച് ഗ്രീസ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അത്രയും മതി, നമുക്ക് അത്രേ ചെയ്യാനുള്ളൂ. പിന്നെ അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഗ്യാസ്കറ്റ് ചെറിയൊരു ലീക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് അഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ സർഫേസ് കുറച്ച് പശയിട്ട് റീസെറ്റ് ആക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ നമ്മളൊന്ന് അഴിക്കുന്നുണ്ട്. നമ്മൾ ബാക്ക് വീൽ അഴിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതുകൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് വീൽ അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ കേബിൾ ഗൈഡ്, ഈ മൺകാടുമ്പോൾ തന്നെ ഈ റബ്ബറിൻ്റെ ഗൈഡ് കംപ്ലൈൻ്റ് അപ്പോൾ അതൊന്ന് മാറ്റിയിടുന്നുണ്ട്. ഒരു ബൾബ്, പാർക്കിൻ്റെ ഒരു ബൾബ് പോയിട്ടുണ്ട്, അതും നമ്മൾ അഴിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ബാറ്ററി നമുക്കിതിൽ ഇരിക്കുന്നത് 2023 ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് നോക്കി. വോൾട്ട് നോക്കുന്ന സമയത്ത് ഒരു മിനിറ്റ്, വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 13.15 വരെ കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 9.40. അപ്പോൾ ബാറ്ററി വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ അഴിച്ചാൽ നമുക്ക് അതിൻ്റെ പാർക്ക് ബൾബൊക്കെ മാറ്റാനുണ്ട്. പിന്നെ അതിൻ്റെ കണ്ടീഷൻ, മീറ്ററിലെ ലൈറ്റ് കാര്യങ്ങൾ ഒക്കെ ചെക്ക് ചെയ്ത് സ്വിച്ചുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസാണ് മെയിനായിട്ട്. അതിനകത്ത് മാറ്റേണ്ടി വന്നത് ഗിയർ ഓയിൽ മാറ്റണം. ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഓയിൽ ബോട്ടിൻ്റെ വാഷുകൾ 2 മാറുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറണം, അതിൻ്റെ ഓയിൽ ബോട്ട് വാഷ് ഓറിങ് മാറ്റും. അതേപോലെ തന്നെ മീറ്ററിൻ്റെ അകത്ത് മറ്റേ ഹെഡ്ലൈറ്റിൽ വന്ന ചെറിയ ബൾബ്, പാർക്ക് ബൾബ് മാറുന്നുണ്ട്, കേബിൾ ഗൈഡ് മാറുന്നുണ്ട്. ഇത്രയും കേസാണ് ചെയ്യണം നമുക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടുള്ളൂ. ഏകദേശം ഒരു 6 മണിയൊക്കെ ആവട്ടെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.